എവ്രിവൺ, വെൽക്കം ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് തേർഡ് സെം BBAയിൽ QT ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് അല്ലെങ്കിൽ ഫോർത്ത് സെം BCOMൽ വരുന്ന ഒരു സബ്ജക്റ്റാണ്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ അക്കാഡമിക്കിൽ തന്നെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ എല്ലാവരും സ്റ്റുഡൻസൊക്കെ കുറച്ച് ടഫായിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക്. മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോബ്ലം ഓറിയൻറ്റഡ് പേപ്പറാണ്. അതും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ലെവലിൽ വരുന്ന ഒരു പേപ്പറാണ്. അതുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി സ്റ്റുഡൻസൊക്കെ ഇതിനെ ടഫാണെന്ന് പറയുന്നത്. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വരുമ്പോഴും പാസ്സാവാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു സബ്ജക്റ്റും കൂടിയാണ് QT. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബേസിക് ചാപ്റ്റർ, QTയുടെ ബേസിക് ചാപ്റ്ററായ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. QT എന്തുകൊണ്ടാണ് ഈ ഒരു BBAയിൽ അല്ലെങ്കിൽ BCOMൽ പഠിക്കാൻ കാരണം? അക്കൗണ്ടിങ് അല്ല, ഫിനാൻസ് ആണെങ്കിലും അക്കൗണ്ടിങ് അല്ല, ബിസിനസ് റിലേറ്റഡും അല്ല, ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് മെത്തേഡാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് QT ഈ ഒരു ഡിഗ്രി കരിയറിൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കോമ്പറ്റേറ്റീവ് ബിസിനസ് വേൾഡാണ് നമ്മുടെ ചുറ്റും. അപ്പോൾ നമുക്ക് അതിന് ആ ഒരു ഇടയിൽ നല്ലൊരു പ്രോപ്പർ ഡിസിഷൻസ് മേക്ക് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്, അതായത് സക്സസ് ഉണ്ടാവുള്ളൂ ഒരു ബിസിനസ്സിനെ. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് ഒരു തിയറിറ്റിക്കൽ നോളേജ് മാത്രമല്ല, അതിനെ അനലൈസ് ചെയ്യാനും ഓരോ കാര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും നമുക്ക് ഒരു പ്രാക്ടിക്കൽ നോളേജ് വേണം, അതായത് ഒരു മാത്തമാറ്റിക്കൽ നോളേജ് വേണം. അതിന് വേണ്ടിയിട്ടാണ്, അതായത് അക്യുറേറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ഇതിൽ ഒരു ഡിഗ്രിയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഉള്ളത്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക്. ഫസ്റ്റ് ചാപ്റ്ററാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം QT എന്ന് പറയുന്നത് 70% പ്രോബ്ലം പേപ്പറാണ്, 30% തിയറി വരുന്നത്, അല്ലെങ്കിൽ ഒരു 60% ക്വസ്റ്റ്യനും ബാക്കി തിയറി ആയിരിക്കും. പക്ഷേ നമ്മൾ രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യണം. ചിലപ്പോൾ ഇപ്രാവശ്യം സീഡിംഗ് ഒക്കെ ആയതുകൊണ്ട് അതിന് വ്യത്യാസം വരും, അതറിയില്ല. ആദ്യമായിട്ടാണ് ഇനി സീഡിങ് QTയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഇതിന് മുന്നേ വരെ സീഡിങ് ഇല്ലാത്ത പാർട്ടുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം, ഡബിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് തിയറി പഠിച്ചാൽ തന്നെ പാസ്സാവും. പക്ഷേ തിയറിക്ക് ബെറ്ററായിട്ട് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടത് പഠിച്ചു വെച്ചാൽ നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മാറിപ്പോകാണ്ട് നോക്കുക. കാരണം ഓരോ ക്വസ്റ്റ്യൻസും ഓരോ മെത്തേഡും ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തമ്മിൽ മാറാതെ ശ്രദ്ധിക്കുക. ഒരു പെർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ട് എല്ലാത്തിനും ഓർത്തെടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ എക്സാം എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആരും ടെൻഷൻ അടിക്കാതെ അതിനെ വായിച്ചിട്ട് ഒരുപാട് ഡാറ്റാസ് കാണുമ്പോൾ കുട്ടികൾക്ക് വരുന്നൊരു കാര്യമാണ് ടെൻഷൻ അടിക്കും, ഒരുപാട് ചെയ്യാൻ സമയമെടുക്കും, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ വരും, അല്ലെങ്കിൽ അത്രയും വലിയ ക്വസ്റ്റ്യൻസൊക്കെ വായിക്കാൻ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാണ്ട് അവസ്ഥ വരും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഒന്ന് സമാധാനമായിട്ട് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻസ് മനസ്സിലാവും, നമുക്ക് അറിയണതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റിൽ പറയുന്നത്, ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത് എന്താണ് QT പറഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ സ്കില്ല് ആവശ്യമാണ്. അക്യുറേറ്റ് ആയിട്ട് എന്തായാലും നമുക്ക് ഡിസിഷൻസ് എടുക്കാം. ഇപ്പോൾ അക്കോർഡിംഗ് ടു ഒരു മാനുഫാക്ചറിങ് കമ്പനീനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കവിടെ അവർക്ക് എത്ര സെയിൽ വേണം, അതാണ് അവരുടെ കാൽക്കുലേഷൻ. അവരുടെ പ്രോഫിറ്റ്, അവരുടെ എക്സ്പെൻസ് എല്ലാം, അല്ലെങ്കിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ ഒക്കെ ഇതിലാണ് കിടക്കുന്നത്, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലാണ് കിടക്കുന്നത്. അപ്പോൾ തിയറിറ്റിക്കലി മാത്രമല്ല അവർക്ക് അറിയണം അവരുടെ സെയിൽസ് എത്രയാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു സ്റ്റാറ്റിക്കൽസ് വൈസ് നോക്കണം. അത് ഇന്ന ഡിസിഷൻസാണ്, ഇന്നതായിട്ട് രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യണം, അതിനെ അനലൈസ് ചെയ്യണം, അതിനനുസരിച്ചിട്ടാണ് ഡിസിഷൻസ് എടുക്കേണ്ടതെന്ന് ഡിസിഷൻ മേക്കറിന് മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക്. ഈ പോയിൻറ്റ്സിലൊക്കെ എന്താണ് QT, വാട്ട് യു മീൻ ബൈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇൻക്ലൂഡഡ് ആക്കാം. ഒരു പ്രോപ്പർ ഡെഫിനേഷൻ എഴുതിയതിന് ശേഷം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആകുമ്പോൾ അത് എഴുതിയിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനൊക്കെ പറ്റും. ദെൻ അതിനൊരു ഡെഫിനേഷനായിട്ട് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിതിൽ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, കാരണം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു അണ്ടർലൈൻ ചെയ്ത് വെച്ച പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഈ ഒരു കണ്ടൻറ്റാണ്, ഈ അണ്ടർലൈൻ ചെയ്ത് വെക്കുന്ന പാർട്ടിലാണ് ഏറ്റവും മെയിൻ കണ്ടൻസ് അല്ലെങ്കിൽ മെയിൻ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിന് ഒരു പ്രോപ്പർ ഡെഫിനേഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് those techniques which provide the decision maker with a systematic and powerful means of analysis based on quantitative data. The decision maker is able to explore policy or achieve in the predetermined objectives. So
QT can be applied to solve complicated problems in business. ആണ് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസിഷൻസ് മേക്കേഴ്സിനൊക്കെ പ്രോപ്പറായിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കും അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ടെക്നിക്സും. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യണത് ഒരു ഡാറ്റാസ് കളക്ട് ചെയ്തതിന് ശേഷം അതിനെ അനലൈസ് ചെയ്ത് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. പ്രോഗ്രാമിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ചേഞ്ച് വരാനുള്ള കാരണം എന്താണ്, അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കലാണ്. ഈ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്സിലൊക്കെ കൂടുതൽ വരുന്നത്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിൽ വരുന്നത് അത് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മൾ റിസൾട്ട് നോക്കുന്നത്, അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിൻ്റെ ഇടയിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. കുറേ ഒരു 10-14 മെത്തേഡ്സ് വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അധികം എസ്സേക്ക് ചോദിക്കാറൊന്നുമില്ല, പക്ഷെ ചോദിക്കാൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, മേ ബി ചോദിക്കാം. സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, സ്റ്റാറ്റിക്കൽ ടെക്നിക്ക് മാത്രമായി ചോദിച്ചിട്ടുണ്ട്, അല്ലാണ്ട് എസ്സേക്കൊന്നും ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മിക്കവാറും 2017 തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാം. എസ്പെഷ്യലി പഠിക്കാൻ പോകുന്ന എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ കറണ്ട് ഇയറിൽ, അതായത് അവരുടെ സീനിയേഴ്സ് എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും കൂടുതൽ നന്നായി നോക്കുക. പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ അത് നന്നായിട്ട് നോക്കുക. ദെൻ എന്താ പറയുക, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിൻ്റെ ഫസ്റ്റ് മെത്തേഡാണ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ട് ചെയ്യുക, നമുക്ക് വേണ്ട ഡാറ്റാസ്, നമുക്ക് എന്താണോ പ്രോബ്ലം, ആ ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് എടുക്കുന്ന ഡിസിഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക. ഡാറ്റ 2 രീതിയിൽ കളക്ട് ചെയ്യാം. പ്രൈമറി ആയിട്ട് കളക്ട് ചെയ്യുക, സെക്കൻഡറി ആയിട്ട് കളക്ട് ചെയ്യാം. ഇതിൽ നമ്മൾ പറയുന്നത് ബൈ മെയിൽ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ബൈ പേഴ്സണൽ ഇൻ്റർവ്യൂ. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബൈ മെയിൽ വഴി നമുക്ക് കണ്ട ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ക്വസ്റ്റ്യനേഴ്സ് കൊടുത്തിട്ട് നമുക്ക് കളക്ട് ചെയ്യാം, ആൾക്കാരിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ ബൈ പേഴ്സണൽ ഇൻ്റർവ്യൂ, പേഴ്സണലി നമുക്ക് ഇൻ്റർവ്യൂ ചെയ്തിട്ടും ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. ചോദിക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കായിട്ട് ചോദിക്കുമ്പോൾ ഈ 14 പോയിൻറ്റ്സ് തന്നെ എഴുതുമ്പോൾ ചെറിയ കണ്ടൻറ്റ് വെച്ച് 2 പോയിൻറ്റ്സ് വെച്ച് എഴുതുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. എസ് ചോദിക്കാൻ ചാൻസ് ഇല്ല. നെക്സ്റ്റ് സെക്കൻഡ് മെത്തേഡ് പ്രോബബിലിറ്റി theory and sampling analysis. Here, analysis done on the basis of sample selected from universe. The item selected should be representative of total population. The selection process is called sampling. നമുക്കറിയാം സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻ്റയർ പോപ്പുലേഷൻ നിന്നിട്ട് ഒരു സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ദ സാമ്പിൾ വിൽ റെപ്രസെൻറ്റ് ഓൾ ദി യൂണിവേഴ്സ്. അതായത് 10 പേരിൽ നിന്ന് നമ്മൾ ഒരു പേഴ്സണെ സെലക്ട് ചെയ്യുകയാണ്. ആ ഒരു പേഴ്സൺ ആ 10 പേരെയും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടി 10 പേരെ നമ്മൾ വിളിച്ചു. ആ 10 പേര് ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹോൾ യൂണിവേഴ്സായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു പേഴ്സണിൻ്റെ അഭിപ്രായം, ക്വാളിറ്റിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എൻ്റയർ യൂണിവേഴ്സിൻ്റെ അഭിപ്രായമാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയുള്ളൊരു മെത്തേഡിനെയാണ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2, റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച് ഓഫ് ദി പോപ്പുലേഷൻ ഹാവ് എ ചാൻസ് ടു ബി സെലക്റ്റഡ്. എടുത്ത എല്ലാ സാമ്പിൾസിനെയും അവിടെ പ്രോബബിലിറ്റി സാമ്പിൾ യൂണിറ്റ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ടറിൻ്റെ ചോയ്സിനനുസരിച്ചിട്ടാണ്. റാൻഡം സാമ്പിളിങ്ങിൻ്റെ ഓപ്പോസിറ്റ്. റാൻഡം സാമ്പിളിങ്ങിന് പറഞ്ഞു എടുത്തിട്ടുള്ള 10 ആൾക്കാർക്കും ഈക്വൽ ചാൻസ് ഉണ്ട് സെലക്റ്റഡ് ആവാൻ. പക്ഷേ ഇവിടെ നോൺ റാൻഡം സാമ്പിളിങ്ങിൽ സെലക്ടറിൻ്റെ ചോയ്സിനനുസരിച്ച് ആയതുകൊണ്ട് എല്ലാ പേഴ്സണെയും ഒരു ഈക്വൽ ചാൻസ് ഇല്ല സെലക്റ്റഡ് ആവാൻ. സോ എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു തിയറി ബേസ് എഴുതുക, അതുപോലെ തന്നെ എന്താണ് റാൻഡം ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ് എന്നും എഴുതുക. ദെൻ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോ റിലേഷൻ അനാലിസിസ്. അതിൻ്റെ പേര് പോലെ തന്നെ റിലേഷൻഷിപ്പ് കാണാനാണ്. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ നാലാമത്തെ മെത്തേഡ് റിഗ്രഷൻ അനാലിസിസ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫോം അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫോം തന്നെയാണ് റിഗ്രഷൻ അനാലിസിസ്. ദെൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് നമ്മൾ ഒപ്പം പറയുന്നൊരു ടേമാണ്. ഇവിടെയും ആവറേജ് മീൻസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കണോമിക് പാരാമീറ്റേഴ്സാണ്.
ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആവറേജ് ദാറ്റ് പ്രൊവൈഡ് എ മെഷർമെൻറ്റ് ഓഫ് റിലേറ്റീവ് ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതായത് ഒരു ടൈം ടു ടൈമിൽ നിന്നും അല്ലെങ്കിൽ പ്ലേസ് ടു പ്ലേസിൽ നിന്നൊക്കെ മാറുമ്പോൾ എത്ര ചേഞ്ചസ് ഒരു കാര്യത്തിന് വന്നു. ഫോർ എക്സാമ്പിൾ പ്രൈസിൻ്റെ കാര്യമാണ് നോക്കുമെങ്കിൽ പണ്ടത്തെ പ്രൈസും ഇപ്പോഴത്തെ പ്രൈസും എത്ര ഡിഫറൻസ് ഉണ്ട്. പണ്ടത്തെ 1000 രൂപയുടെ വില അല്ല ഇന്നത്തെ 1000 രൂപയുടെ വില. പണ്ട് 1000 രൂപ പറഞ്ഞാൽ വലിയൊരു തുകയായിരുന്നു. പക്ഷേ ഇന്ന് കമ്പാരിറ്റീവ്ലി അതിനൊരു 1 ലാക്കിൻ്റെ ഒരു 10,000 ഒരു വാല്യൂ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ടൈം ടു ടൈമും പ്ലേസ് ടു പ്ലേസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് എത്ര വാല്യൂ ഉണ്ട് എന്ന് കണക്കാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് അതിനൊരു എക്കണോമിക് ബാരോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ 6ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാലിസിസ് ഓഫ് ടൈം സീരീസ്. ഇതേപോലെ തന്നെയാണ് ടൈം സീരീസ് ബേസിൽ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മെത്തേഡാണ്. ദെൻ ഇൻ്റർപൊളേഷൻ ആൻഡ് എക്സ്ട്രാപൊളേഷൻ. ഇൻ്റർപൊളേഷൻ ആൻഡ് എക്സ്ട്രാപൊളേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊബബിൾ പ്രൈസിന് അതുപോലെ തന്നെ ബിസിനസ് ചേഞ്ചസിനെ പ്രൊബബിൾ പ്രൊഡക്ഷനെയൊക്കെ കണ്ടോ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇൻ്റർപൊളേഷൻ ആൻഡ് എക്സ്ട്രാപൊളേഷൻ. അതായത് ഭാവിയിൽ നമുക്ക് എത്ര പ്രൊഡക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ഒരു പ്രൈസ് കൊടുക്കാം അതിന് എന്നൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇൻ്റർപൊളേഷൻ ആൻഡ് എക്സ്ട്രാപൊളേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ 8ാമത്തെ പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസ് നമുക്കറിയാം 1:1, 1:2 എന്നൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ആ ഒരു ടെക്നിക്കാണ്, ഒരു മെത്തേഡാണ് റേഷ്യോ അനാലിസിസ്. നമുക്കിപ്പോൾ പ്രീവിയസ് ഇയറിൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ബേസ്ഡ് അപ്പോൺ കറണ്ട് ഇയർ ഫിനാൻഷ്യൽ പൊസിഷൻ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അനുപാതം മനസ്സിലാവും. പാസ്റ്റ് ഇയറിലും കറണ്ട് ഇയറും തമ്മിലുള്ള എത്ര അനുപാതം ഉണ്ട്, അത് കുറഞ്ഞോ അതോ കൂടിയോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ റേഷ്യോ അനാലിസിസിലൂടെ നമുക്ക് പറ്റും. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ 9ാമത്തെ. അതായത് ക്വാളിറ്റി എഷ്യൂർ ചെയ്യാൻ വേണ്ടി, ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാ പ്രൊഡക്റ്റും ഈക്വൽ ക്വാളിറ്റിയിലാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, അല്ലെങ്കിൽ SQC എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻ്റയർ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമ്പിളിങ് പറഞ്ഞ പോലെ തന്നെ ഒരു സാമ്പിൾ സെലക്ട് ചെയ്യും. ആ സാമ്പിൾ വെച്ചിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഉണ്ടാക്കും. ആ ഒരു സാമ്പിൾ വെച്ചിട്ടായിരിക്കും പിന്നെ നമ്മൾ ഇൻഫറൻസ് ചെയ്യുന്നത്, ദെൻ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനിൽ പറയുന്നത്. ദെൻ അനാലിസിസ് ഓഫ് വേരിയൻസ് അനോവ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ടോപ്പിക്കിലൊക്കെ പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്ന ഒരു പാർട്ടാണ്. തിയറി ബേസ് ചോദിക്കുമ്പോൾ നമുക്ക് ഇത്രേ പറയേണ്ട ആവശ്യമുള്ളൂ. 2 സാമ്പിൾസ് നമുക്ക് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, 2 സാമ്പിൾസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പോപ്പുലേഷനിൽ 2 സാമ്പിൾസ് ആണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 2 സാമ്പിൾസ് തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് വേരിയേഷൻസ് അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് വേരിയേഷനൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് അനോവ. 2 മോർ സാമ്പിൾസ് എടുക്കുമ്പോൾ 2 or more 2ൽ കൂടുതൽ സാമ്പിൾസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രം, 2ൽ കൂടുതൽ സാമ്പിൾസ് വരുമ്പോൾ മാത്രം അവർ തമ്മിലുള്ള വേരിയേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അനോവ. 2 രീതിയിലുള്ള മെത്തേഡ്സ് ഉണ്ട്, അതായത് 1 വേ ക്ലാസിഫിക്കേഷൻ രീതിയിലും അതുപോലെ തന്നെ 2 വേ ക്ലാസിഫിക്കേഷൻ എന്ന രീതിയിലും. അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ലാസ്റ്റ് ചാപ്റ്റർ ഫുള്ളുണ്ട്. അവസാനത്തെ 12ാമത്തെ മെത്തേഡാണ് തിയറി ഓഫ് ആട്രിബ്യൂട്ട്സ്. ഇവിടെയും 2 ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് അല്ലെങ്കിൽ 2 ഫിനോമിനാസ് തമ്മിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നമുക്ക് കിട്ടും. അത് വെച്ചിട്ടാണ് റിസൾട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാനൊക്കെ പ്രോബ്ലം ഓൾറെഡി പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് ചാപ്റ്ററിലായിട്ടൊക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ്. നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കായിട്ടും 2 പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആയിട്ടും. സോ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്പറേറ്റിംഗ് റിസർച്ച് ടെക്നിക്സ്. സോ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റിസർച്ച് ടെക്നിക്സ് എന്ന് വെച്ചിട്ട് ചോദിക്കാറുണ്ട്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് റിസർച്ച് ടെക്നിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രോഗ്രാമിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്തിട്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നതാണ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്സുകൾ. ദെൻ ഓപ്പറേഷൻ റിസർച്ച് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ടെക്നിക്സിൽ വരുന്ന മെത്തേഡ്സ് ഏതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രോബബിലിറ്റി ആയിട്ടുണ്ടെങ്കിൽ ഒരു ചാൻസ് എടുക്കുകയാണ്. നമുക്കറിയാം ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി എടുക്കുകയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാൻസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ സെർട്ടൈനിറ്റി ആൻഡ് ഓൾസോ അൺസെർട്ടൈനിറ്റി. സെർട്ടൈനും ആവാം അൺസെർട്ടൈൻ ആയിരിക്കാം, ട്രൂ ആയിരിക്കാം ഫാൾസ് ആയിരിക്കാം. അതുപോലെ
അങ്ങനെ രണ്ട് ചാൻസുകളുണ്ടായിരിക്കും. സോ നമ്മൾ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ആൾട്ടർനേഷൻ്റെയൊക്കെ ചാൻസ് എടുക്കുമ്പോൾ അൺസർട്ടൈനിറ്റിയുടെ റേഷ്യോയും കൂടി നമ്മൾ എടുക്കേണ്ടി വരും. കാരണം ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ പ്രോബബിലിറ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത് അൺസർട്ടൈനിറ്റിയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിംഗ് അറിയാം, ഒരുപാട് സ്റ്റെപ്സുകളുണ്ട്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് പിന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ട് ദെൻ അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ. അതായത് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കുകയാണ് നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ്സിൽ നിന്നിട്ട്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടി വരും. സോ അതിനൊക്കെ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ മെത്തേഡ്സൊക്കെയാണ് മാക്സിമാക്സ് ക്രൈറ്റീരിയ, മിനിമാക്സ് ക്രൈറ്റീരിയ. ഇതൊക്കെ ഫോർത്ത് സെമ്മിൽ വരുന്ന മാനേജ്മെൻറ്റ് സയൻസിൽ വരുന്ന കുറച്ച് ചാപ്റ്റർ ഭാഗങ്ങളാണ്. അതൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും. പക്ഷേ ഇവിടെ എന്താണ് ഡിസിഷൻ മേക്കിംഗ് എഴുതുക, കോഴ്സ് ഓഫ് ആക്ഷൻ, ബെറ്റർ കോഴ്സ് ഓഫ് ആക്ഷൻ, നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ്സിന് ചൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ സോ മെനി സ്റ്റെപ്സ് ഉണ്ട് ഇതിനെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയാൽ മതി, അത്രയേ ഉള്ളൂ ആവശ്യം അതിൻ്റെ. ദെൻ ഗെയിം തിയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ, ഗെയിം വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ കോമ്പറ്റീഷനാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണ് ഗെയിം തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫോർത്ത് വണ്ണാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാകുന്ന കേസിൽ ബെസ്റ്റ് വൺ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എല്ലാ ഒരു ആൾട്ടർനേറ്റീവ്സും ഒരു ഇക്വേഷൻ ഫോമിൽ ഫോം ചെയ്യും. ദെൻ ആ ഇക്വേഷൻ ഫോമിൽ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കൺസ്ട്രെയിൻസ് കിട്ടും. എക്സ് ആൻഡ് വൈ വേണ്ടി രണ്ട് കൺസ്ട്രെയിൻസ് എടുക്കും. സോ അതിൻ്റെ ഒരു ബിഗർ വാല്യൂ ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യും. സോ അങ്ങനെ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് മാക്സിമം നല്ല രീതിയിൽ ആക്ടിവിറ്റീസിനൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അത് സിംപ്ലസ്റ്റ് മെത്തേഡായിട്ട് യൂസ് ചെയ്യും. അതായത് മാത്തമാറ്റിക്കലി ഇക്വേഷൻ ഫോം ചെയ്ത് സോൾവ് ചെയ്യുന്ന കേസിൽ. ദെൻ അതുപോലെ തന്നെ ഗ്രാഫിക്കായിട്ട് സോൾവ് ചെയ്തിട്ടും ഇതിനെ ആൻസറും അനലൈസൊക്കെ ചെയ്യാറുണ്ട്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് കേട്ടാൽ തന്നെ അറിയാം ട്രാൻസ്പോർട്ടേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. എല്ലാവരും ബൾക്ക് ക്വാണ്ടിറ്റീസ് മിനിമം കോസ്റ്റിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് നോക്കുക. സോ അതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ അസൈൻമെൻറ്റ് പ്രോബ്ലം അലൈൻമെൻറ്റ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് ഉള്ളൊരു ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലമാണ്. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അസൈനിങ് മാൻ ടു ഓഫീസ്, ക്ലാസ്സസ് ടു റൂംസ്, ഡ്രൈവേഴ്സ് ടു ട്രക്സ് ടു ഡെലിവറി റൂട്ട്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യത്തിനും അസൈൻമെൻറ്റ് ചെയ്യുക ഇന്ന പേഴ്സൺസിന് അല്ലെങ്കിൽ ഏജൻസിനൊക്കെ. സോ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്, ഈ പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ് അസൈനിങ് പ്രോബ്ലം അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഡൈനാമിക് പ്രോഗ്രാമിംഗ്, അതായത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാകും ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം. സോ ആ ആക്ടിവിറ്റീസിനൊക്കെ ഒരു ഒറ്റ പ്രോബ്ലമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സബ് പ്രോബ്ലംസ് ആക്കി മാറ്റിയിട്ട് ആ സബ് പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്ത് വോൾ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു മെത്തേഡാണ് ഈ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ദെൻ സീക്വൻസിങ് ആയിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ്സിന് അതിൻ്റെ സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് അത് പർപ്പസ്ഫുള്ളി അച്ചീവ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് സീക്വൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്യൂയിങ് തിയറി അല്ലെങ്കിൽ വെയിറ്റ് ലൈൻ തിയറി. ഇത് ഡീൽ ചെയ്യുന്നത് ഇതിൽ ഒരുപാട് തിയറിറ്റിക്കലി ഒരുപാട് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിലും സംഭവം അതിൻ്റെ കണ്ടൻറ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് അറിയാം ഒരു ബിസിനസ് ഫോമിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കണ്ടോ സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്യുന്നത് കുറച്ച് ബാക്കിലോട്ടാവുന്നതൊക്കെ അതിൻ്റെ ഇൻവെൻട്രി ആവശ്യത്തിലധികം ഇല്ലെങ്കിലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിൽ മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇൻവെൻട്രി അനാലിസിസ് ആൻഡ് ഇൻവെൻട്രി കൺട്രോൾ. സോ ഇൻവെൻട്രി നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനെ, ഒരു കമ്പനിയുടെ പ്രൊഡക്ഷനെ അത് എന്തായാലും എഫക്റ്റ് ചെയ്യും. അത് ചിലപ്പോൾ സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷനെ തന്നെ കാരണമാക്കും. സോ അങ്ങനെ ഒരു വെയിറ്റേജ് ഇല്ലാതെ ആ സർവീസിന് ഒരു ലാഗും സംഭവിക്കാതെ പ്രോപ്പർലി അത് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തിയറി അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് 10ാമത്തെ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാകുന്ന ഫേംസിലൊക്കെ എല്ലാ ആക്ടിവിറ്റീസും സീക്വൻഷ്യലി അത് പർപ്പസ്ഫുള്ളി ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാറുണ്ട്. ഫോർ അൺസർട്ടൈനിറ്റി കണ്ടോ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും ഒരു പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടും ഡിസിഷൻ മേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെറ്റ്വർക്ക് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഈ ആക്ടിവിറ്റീസ് എല്ലാതും അതിൻ്റെ ഒരു ബേസിൽ, ഒരു അസംഷൻ ബേസിൽ ഓരോ ഓർഡറായിട്ട് അറേഞ്ച് ചെയ്യും ഫോർ അവോയ്ഡിങ് ദി അൺസർട്ടൈനിറ്റി. സോ ഇത് നമുക്ക് പ്ലാനിങ്ങിനും ഷെഡ്യൂളിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യും ഡിസിഷൻ മേക്കേഴ്സിനെ. ഇതിൽ 2 മെത്തേഡ് വരുന്നുണ്ട്, പെർട്ട് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ CP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. ഇതിലൊക്കെ പറയണത് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് 4th സെമ്മിലുണ്ട്.
സോ അത് എന്താണ് അതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ മെത്തേഡ്, അതായത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെത്തേഡിൽ മിനിമം അൺസർട്ടൈനിറ്റിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 2 ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് സിസ്റ്റമാണ് പെർട്ടും അതുപോലെ തന്നെ CPU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ് സിമുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമിറ്റേഷൻ ഓഫ് ഡാറ്റയാണ്. അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും അതിലൊരു മോഡൽ ഉണ്ടാക്കാറുണ്ട്. ആ മോഡൽ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ആക്ടിവിറ്റീസൊക്കെ ഒരു ഫിസിക്കൽ ഫോമിലോട്ട് മാറ്റുന്നത്. നമ്മൾ ആദ്യം ഒരു മോഡൽ ഉണ്ടാക്കും, ദെൻ ആ മോഡൽ ബേസ് ചെയ്തിട്ട് നമ്മളത് ആ മോഡൽ നോക്കിയിട്ടായിരിക്കും പിന്നെ അത് ആക്ടിവിറ്റി നടത്തുന്നത്. സോ അങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഫിസിക്കലി ആയിട്ട് അത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു ബേസ് മോഡൽ ഉണ്ടാക്കുകയാണ്. ആ ഒരു മോഡലിനെയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ മോഡൽ ഉണ്ടാക്കുന്ന ആ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ദെൻ റീപ്ലേസ്മെൻറ്റ് തിയറി, ഇതൊക്കെ സിമ്പിളാണ്. അതായത് എന്തെങ്കിലും ഒരു റീപ്ലേസ്മെൻറ്റ് ഒരു കമ്പനിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ആ ടൈമിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ മെന്നാണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും മെഷീൻസ് ആണെന്നുണ്ടെങ്കിലും. ദെൻ നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് ഓപ്പോസിറ്റ് ടു ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. ഗോൾ പ്രോഗ്രാമിംഗ്, ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ്. ദെൻ പ്രൊബബിലിസ്റ്റിക് പ്രോഗ്രാമിംഗ്, ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ കൂടെ പ്ലസ് അതിനൊരു പ്രൊബബിലിറ്റി, ചാൻസ്, അൺസർട്ടൈനിറ്റിയും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കോമ്പിനേറ്റഡ് മെത്തേഡാണ് പ്രൊബബിലിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ മാർക്കോവ് അനാലിസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്ഡ് ബൈ മാർക്കോവ് ആസ് മാനേജ്മെൻറ്റ് ടൂൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ദി ബിഹേവിയർ ഓഫ് കൺസ്യൂമർ ഇൻ ടേംസ് ഓഫ് ദെയർ ബ്രാൻഡ് ലോയാലിറ്റി ആൻഡ് ദെയർ സ്വിച്ചിങ് ഫ്രം വൺ ബ്രാൻഡ് ടു അനദർ. അതായത് ഓരോ കൺസ്യൂമേഴ്സിന് അവരുടേതായ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉണ്ടായിരിക്കും. ഓരോ പീരീഡിലും അത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. സോ അതെന്തുകൊണ്ടാണ് അവർ ഈ ഒരു ബ്രാൻഡ് ലോയാലിറ്റി കണ്ടിന്യൂ ചെയ്യുന്നത്, അതെന്തുകൊണ്ടാണ് ഒരു പേഴ്സൺ ഈ ഒരു ബ്രാൻഡിൽ നിന്ന് മറ്റൊരു ബ്രാൻഡിലോട്ട് പോയത് എന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസ് മെത്തേഡാണ് മാർക്കോവ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ആൻഡ് അതർ ഡിസിപ്ലിൻസ്, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ചോദിച്ച് കണ്ടിട്ടില്ല. അതർ ഡിസിപ്ലിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് വിഭാഗം, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കും മറ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അതർ വിഭാഗങ്ങളും തമ്മിലുള്ള കോമ്പിനേഷനാണ് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് വിത്ത് എക്കണോമിക്സ്, അതുപോലെ തന്നെ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് ഒക്കെ വെച്ചിട്ടാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഇൻ ബിസിനസ്സിലുള്ള ആപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക്, ടൂൾസ് ഫോർ സയൻറ്റിഫിക് അനാലിസിസ്, ദെൻ അതുപോലെ തന്നെ ബിസിനസ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, ഡിപ്ലോയ്മെൻറ്റ് ഓഫ് സോഴ്സസ് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിന് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബിസിനസ് ആപ്ലിക്കേഷൻ ഓഫ് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പ്രോഗ്രാമിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ബഡ്ജറ്റിങ്, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, പർച്ചേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊക്യൂർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്കറ്റിംഗ് മാനേജ് ചെയ്യാൻ വേണ്ടി, അതുപോലെ ഒരുപാടുണ്ട്. ഞാൻ ചോദിക്കുന്നൊരു പാർട്ടാണ് ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക്. അത് ചോദിക്കാറുണ്ട് 4 മാർക്കായിട്ടോ അല്ലെങ്കിൽ 8 മാർക്കൊക്കെ ആയിട്ട് ചോദിക്കാം. ലിമിറ്റേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയതുകൊണ്ട് തന്നെ അക്യുറേറ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ നമുക്ക് തരും. പക്ഷേ ദർ ഈസ് എനി ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആരാണോ ഈ ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് കൺസിഡർ ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ്. നമ്മൾ ഒരു സെൻസിൽ നോക്കുമ്പോൾ ഫിസിക്കലി പ്രസൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമേ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ, മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാറുള്ളൂ. പക്ഷേ ഒരുപാട് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം അവർ ഇൻഹെറിറ്റ് ചെയ്യുകയാണ്, അതായത് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ദെൻ ഇറ്റ്സ് ഓൺലി എ ടൂൾ ഫോർ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ടൂളാണ്. പക്ഷേ ഫൈനൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാരുടെ ഡിസിഷൻസ് പോലെ ഇരിക്കും. അതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ, തിയററ്റിക്കൽ ബേസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റേഷൻസ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യൂട്ടി. ദെൻ അതിൻ്റെ വലിയ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പേരും അതിൻ്റെ കണ്ടൻറ്റും മാത്രം പഠിക്കുക. ദെൻ വാട്ട് യു മീൻ ബൈ ക്യൂട്ടി, ഇതാണ് മെയിൻലി പഠിക്കേണ്ട തിയററ്റിക്കൽ പാർട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. താങ്ക് യു.